ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ദുറൂസുൽ അഖായിദയുടെ പൊതുപരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ദുറൂസുൽ അഖായിദ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന മിക്കവാറും ചോദ്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊന്ന് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാം. മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ മുമ്പിട്ട ചോദ്യപേപ്പറൊക്കെ ലഭിക്കാത്തവർ ഒന്ന് മൊബൈൽ നമ്പറിൽ കമൻറ്റ് ചെയ്താൽ മതി. 82 89 89 29 85. ഓക്കെ, അവർക്ക് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 1 മുതൽ ശരി അടയാളപ്പെടുത്താനാണ്. ദിക്ർ ചൊല്ലുമ്പോൾ കാല് മുറിക്കാൻ നിർദ്ദേശിച്ച മഹാനാര്? ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പം നമുക്ക് അവിടെ ശരി അടയാളപ്പെടുത്താം. ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിക്കാൻ നിർദ്ദേശിച്ച മഹാന് ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. 7ാമത്തെ പാഠത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്റർ മുതൽ ആണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത് എന്താണ്? രോഗമാണ് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത്. അത് ശരി അടയാളപ്പെടുത്താം. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഖലീഫ ഇമാം മഹദി റളിയല്ലാഹു അൻഹു. അടുത്തത് ദജ്ജാലിനെ വധിക്കുന്ന സ്ഥലം ബാബുല്ലുദ്ദാണ്. അപ്പോൾ അത് ആരാണ് വധിക്കുന്നത്? ഈസാ അലൈഹിസ്സലാം ബാബുല്ലുദ്ദിൽ വെച്ച് ദജ്ജാലിനെ വധിക്കും. അപ്പോൾ അത് എഴുതുക. അടുത്തത് ഇമാം മഹദി ഭൂമിയിൽ ഭരണം നടത്തും. എത്ര വർഷമാണ് ഇമാം മഹദി ഭൂമിയിൽ ഭരണം നടത്തുക? 7 വർഷം. 7 വർഷമാണ് ഭരണം നടത്തുക. മനസ്സിലാക്കുക. അടുത്തതാ, ദിവ്യത്വത്തിലോ അതിൻ്റെ പ്രത്യേകതകളിലോ അല്ലാഹു തആലയ്ക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ഷിർക്ക്. അപ്പം അത് ശരി അടയാളപ്പെടുത്താം. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. 1 എന്താണ്? ആകാശത്ത് ജീവിക്കുന്നു. ആരാണ് ആകാശത്ത് ജീവിക്കുന്നത്? ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവിക്കുന്നു. അപ്പം അതിൻ്റെ ദാല് എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെയൊക്കെ എഴുതാം. അടുത്തതാ, ഭൂമിയിൽ നീതി നിറയ്ക്കും. ആരാണ് ഭൂമിയിൽ നീതി നിറയ്ക്കുക? ഇമാം മഹദി ഇറങ്ങി വരും. ഭൂമിയിൽ നീതി നിറയ്ക്കും. അതിൻ്റെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അല്ലാഹു തആല ആദരിച്ചത് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആദരിച്ചു. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. ഫാത്തിമയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫാത്തിമയുടെ മക്കൾ. അപ്പം അതിൻ്റെ അലിഫ് നമുക്ക് അവിടെയൊക്കെ എഴുതി കൊടുക്കാം. അടുത്തതാ, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. അപ്പം അതിൻ്റെ ജീമ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, ദജ്ജാല് ഭൂമിയിൽ താമസിക്കും. എത്ര ദിവസമാണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 40 ദിവസം താമസിക്കും. ദജ്ജാല് ഭൂമിയിൽ 40 ദിവസം താമസിക്കും. അടുത്തത്, മന്ത്രം ആന്തരികമായി പെട്ടതാണ്. മന്ത്രം ആന്തരികമായി ഹൈറിൽ പെട്ടതാണ് മന്ത്രം. അതുപോലെ ബർക്കത്തെടുക്കലും ആന്തരികമായ ഹൈറിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. അല്ലാഹു തആലയുടെ വിധിയിൽ സംതൃപ്തനാവലാണ് സത്യവിശ്വാസിയുടെ കടമ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്ത് ഓതി ഊതുമായിരുന്നു. ഔലിയാക്കളെ ആദരിക്കൽ ഡാഷിനുള്ള ഇബാദത്താണ്. ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ള ഇബാദത്താണ് ഔലിയാക്കളെ ആദരിക്കലോ. അമ്പിയാക്കളെ അല്ലാഹു തആല ആദരിച്ചതൊക്കെ ആദരിക്കല് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അടുത്തത്, അല്ലാഹു തആല ഇബ്ലീസിനെ ഡാഷിൽ നിന്നകറ്റി. ഇബ്ലീസിനെ റഹ്മത്തിൽ നിന്ന് അകറ്റി. അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. വിഷമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? വിഷമം ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളണം, ക്ഷമിക്കുക. ഈസാ അലൈഹിസ്സലാം മറമാടപ്പെട്ടു. എവിടെയാണ്?
ഹുജ്റത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഹുജ്റത്തു ഷരീഫയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മറമാടപ്പെട്ടു. മനസ്സിലാക്കുക. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ സഹവാസം വേണമെന്ന് ആവശ്യപ്പെട്ട സഹാബി റബിയ റളിയല്ലാഹു അൻഹു. റബിയ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ സഹവാസം ആവശ്യപ്പെട്ടത്. അടുത്തത് അന്ത്യനാളിനോട് തൊട്ടടുത്ത് തീ പുറപ്പെടുന്ന സ്ഥലം എവിടെയാണ്? യമനിലാണ്. യമനിൽ ഒരു തീ പുറപ്പെടും, അത് മനുഷ്യരെ മഹ്ശറയിലേക്ക് ഓടിക്കും. അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 12ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കുക. അടുത്തത് കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ മഹാനാരായണ് അബ്ദുല്ലാഹിബിന് അംരി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിന് അംരി റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കഴുത്തിൽ ഏലസ് കെട്ടിയിരുന്നു. മുതിർന്ന മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ മന്ത്രിച്ചിരുന്ന മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയും കുട്ടികളുടെ കഴുത്തിൽ എഴുതി കെട്ടി കൊടുത്തിരുന്നു. അബ്ദുല്ലാഹിബിന് ഉമരി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗികൾക്ക് നൽകി. ആരായിരുന്നു? അസ്മാ റളിയല്ലാഹു അൻഹു. അസ്മാ റളിയല്ലാഹു അൻഹു ആണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകള് അസ്മാ റളിയല്ലാഹു അൻഹു, അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയുടെ അടുക്കലായിരുന്നു ജുബ്ബ. മഹദിയുടെ വഫാത്തിന് ശേഷം ഞാനത് സ്വന്തമാക്കിയെന്ന് അസ്മാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മനസ്സിലാക്കുക. അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും എന്തല്ല? മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത് എന്തെല്ലാണ്? മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം, രോഗം, മനക്ലേശം, ദുഃഖം, ബുദ്ധിമുട്ട്, മനപ്രയാസം. എന്തിനധികം ഒരു മുള്ളു കുത്തുന്നത് പോലും നിശ്ചയം അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാക്കും. അപ്പോൾ അത് കഴിയുന്നത് വരെ എഴുതി വെക്കുക. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അല്ലാഹു തആല അല്ലാത്തതിനെ ആദരിക്കൽ ശിർക്കും കുഫ്റുമാകും. എപ്പോൾ? അല്ലാഹു തആല അല്ലാത്തതിനെ ആദരിക്കൽ ഷിർക്കും കുഫ്റുമാകുന്നത് എപ്പോഴാണ്? അല്ലാഹു തആല അല്ലാത്തതിനെ ആദരിക്കൽ, അതായത് സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസമോ ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസത്തോടെയോ അല്ലാഹു തആല അല്ലാത്ത വല്ലതിനെയും ആദരിക്കൽ ശിർക്കും കുഫ്റുമാണ്. സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ, ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസത്തോടെ അല്ലാഹു തആല അല്ലാത്ത വല്ലതിനെയും ആദരിക്കൽ ശിർക്കും കുഫ്റുമാണ്. മനസ്സിലാക്കുക. അടുത്തതാ. അപ്പോൾ ഇതിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും മറ്റേ ക്വസ്റ്റ്യനിൽ വന്നത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. അടുത്ത ഇസ്തിആശയെക്കുറിച്ച് താജുദ്ദീൻ സുബ്ക്കി എന്ത് പറഞ്ഞു? എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലും ഇസ്തിആശയും തശഫ്ഫും നടത്താം. അത് നല്ല കാര്യമാണ്. മതബോധമുള്ള എല്ലാവർക്കും ഇതറിയാം. അമ്പിയാക്കൾ, മുർസലുകൾ, സജ്ജനങ്ങൾ, പണ്ഡിതന്മാർ, സാധാരണക്കാർ എന്നിവരെല്ലാം ഇത് ചെയ്തു പോന്നു. താജുദ്ദീൻ സുബ്ക്കി പറഞ്ഞതാണ്. അപ്പോൾ അത്രയും ഇവിടെ എഴുതാനൊന്നും നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലും ഇസ്തിആശയും തശഫ്ഫും നടത്താം. താജുദ്ദീൻ സുബ്ക്കി പറഞ്ഞത്. അപ്പോൾ ഇതാരാ പറഞ്ഞതെന്ന് തിരിച്ചു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു എന്നവർ പറഞ്ഞതാണ്. അടുത്തത് അന്ത്യനാളിനോടനുബന്ധിച്ച് 3 ഹഷ്ഫുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി താഴുക. ഹഷ്ഫുകൾ നടക്കും. എവിടെയെല്ലാമാണ്? ഒന്ന് കിഴക്കും, ഒന്ന് പടിഞ്ഞാറും, ഒന്ന് ജസീറത്തുൽ അറബിലും. ഒന്ന് കിഴക്കും, ഒന്ന് പടിഞ്ഞാറും, ഒന്ന് ജസീറത്തുൽ അറബിലും. അങ്ങനെ 3 ഹഷ്ഫുകൾ
നടക്കും. ഖിയാമ നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പം മനസ്സിലാക്കാം. അന്ത്യനാളിനെ കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചത് എങ്ങനെ? അന്ത്യനാളിനെ കുറിച്ചിട്ട് നമുക്ക് വിവരം ലഭിച്ചത് എങ്ങനെയാണ്? അന്ത്യനാൾ എന്ന് നടക്കുമെന്ന് അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. അന്ത്യനാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദൃശ്യ വൃത്താന്തങ്ങളാണ്. എന്നാൽ ഇവയെക്കുറിച്ച് സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അന്ത്യനാളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ എഴുതാം. അടുത്തത് ആദരിക്കേണ്ട 4 വിഭാഗങ്ങൾ, അതായത് വ്യക്തികളെയാണ് അല്ലാഹു തആല ആദരിച്ച അംബിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയവരെ ആദരിക്കണം. അപ്പോൾ 4 വിഭാഗങ്ങൾ: അംബിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ. ഇതാ. അതുപോലെ ആദരിക്കേണ്ട വസ്തുക്കൾ: പരിശുദ്ധ ഖുർആന്, കഅബ ഷരീഫ്, മസ്ജിദുകൾ, ഹുജ്റത്തു ഷരീഫ്, സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ, അതൊക്കെ നമ്മൾ ആദരിക്കേണ്ട വസ്തുക്കളാണ്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത ഇഹലോകത്തെ അവസ്ഥ എന്തിനെ ആവശ്യപ്പെടുന്നു? ഇഹലോകത്തെ അവസ്ഥ എന്തിനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങളെ 11ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. എന്താണ്? സുഖം മാത്രം ലഭിക്കാനാണ് മനുഷ്യൻ്റെ പ്രകൃതി കൊതിക്കുന്നത്. ഇഹലോകം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ തന്നെ തുടരും. ഈ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ അവസ്ഥ, ഇഹലോകത്തെ ഈ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതെഴുതാ. ഈ അവസ്ഥ, ഇഹലോകത്തെ ഈ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതെഴുതാ. അടുത്തത് 5 വരിയിൽ കുറിയാതെ കുറിപ്പ് എഴുതാനാണ്. എന്താണ്? ബർക്കത്തെടുക്കലിനെ കുറിച്ചിട്ട് 5 വരി കുറിയാതെ എഴുതണം. നിങ്ങൾ ബർക്കത്തെടുക്കൽ നിങ്ങൾ 9ാമത്തെ ചാപ്റ്ററിലാണ് ബർക്കത്തെടുക്കലിനെ കുറിച്ചിട്ട് പറയുന്നു. അല്ലാഹു തആല ചില വസ്തുക്കളിൽ ഹൈറും ചിലതിൽ ഷർറും നിശ്ചയിച്ചിട്ടുണ്ട്. അവയിൽ പ്രത്യക്ഷവും ആന്തരികവുമുണ്ട്. മരുന്ന് ശമനം നൽകുന്നു, വിഷം മരണത്തിനിടയാക്കുന്നു. ഇത് പ്രത്യക്ഷമായതാണ്. സംസം വെള്ളം ശിഫാവ് നൽകുന്നു. ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ഉപദ്രവമുണ്ടാക്കുന്നു. ഇത് ആന്തരികമാണ്. ഇപ്രകാരം ആന്തരികമായ ഹൈറാണ് ബർക്കത്ത്. ആന്തരികമായ ഹൈറാണ് ബർക്കത്ത്. അല്ലാഹു തആല ഉദ്ദേശിച്ച ചിലതിൽ ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ബർക്കത്തെടുക്കൽ അല്ലാഹു തആലാക്കുള്ള ഇബാദത്താണ്. അൽ ഹജറുൽ അസ്വദ് ചുംബിക്കൽ, സജ്ജനങ്ങളുടെ തിരുശേഷിപ്പ് മുഖേന ബർക്കത്തെടുക്കൽ തുടങ്ങിയവ അതിൽപ്പെട്ടതാണ്. അത് സർവാംഗീകൃത സുന്നത്താണ്. അപ്പോൾ ബർക്കത്തെടുക്കലിനെ കുറിച്ചിട്ട് നിങ്ങൾ 9ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുമ്പോൾ ആ പാരഗ്രാഫ് എഴുതിയാൽ മതി. ബർക്കത്തെടുക്കലിനെ കുറിച്ച്, ബർക്കത്തിനെ കുറിച്ചിട്ട് അത്രയാണ് പൂർത്തിയാക്കേണ്ടത്. അപ്പം അതിൻ്റെ തദ്രിഭാഗത്തിൽ മാച്ച് ചെയ്യാൻ വന്നതൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷം സഹാബികൾക്കിടയിൽ വിതരണം ചെയ്താര്? അബൂ തൽഹൽ അൻസാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴിയ വെള്ളം രോഗികൾക്ക് നൽകി. അസ്മാ റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കഴുത്തിൽ ആലസ് കെട്ടി. അബ്ദുല്ലാഹിബിന് ഉമരി റളിയല്ലാഹു അൻഹു ഖുർആൻ പാത്രത്തിലെഴുതി കുടിപ്പിക്കണം എന്ന് പറഞ്ഞു. ആരായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാഠത്ത് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ നിങ്ങളെ 11ാമത്തെ പാഠത്തിൽ അന്ത്യനാളിൻ അടയാളങ്ങൾ 2 ഇനമുണ്ട്. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും.
സമയം ചുരുങ്ങുക, വിശ്വസ്തത നഷ്ടപ്പെടുക, വ്യഭിചാരം കൂടുക, പലിശ വ്യാപിക്കുക, കള്ളുകുടി വർദ്ധിക്കുക, മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കൂടുക, കൊലപാതകം അധികമാവുക, സ്ത്രീകൾ നഗ്നത മറക്കാതെ പുറത്തിറങ്ങുക, ദരിദ്രർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുക, സമുദായത്തിൽ പിൽക്കാലക്കാർ മുൻഗാമികളെ ശപിക്കുക, സമുദായത്തിലെ പിൽക്കാലക്കാർ മുൻഗാമികളെ ശപിക്കുക തുടങ്ങിയവ ചെറിയ അടയാളങ്ങൾ പെട്ടതാണ്. അതുപോലെ 12ാമത്തെ ചാപ്റ്ററിൽ വലിയ അടയാളങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളെ കുറിച്ച് എഴുതാൻ വന്നാൽ അത് എഴുതണം. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദുഹാൻ, ദജ്ജാൽ, ദാബത്തുൽ അർള്, സൂര്യൻ പടിഞ്ഞാറുദിക്കൽ, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരൽ, യജൂജ് പുറപ്പെടൽ, 3 ഹഷ്ഫുകൾ സംഭവിക്കൽ, ഒന്ന് കിഴക്ക്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് ജസീറത്തുൽ അറബിയിലും, അവസാനം യമനിൽ നിന്ന് ഒരു തീ ഉയരും, അത് മനുഷ്യരെ മഹ്ശറയിലേക്ക് ഓടിക്കും. അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ആ പാഠത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുന്ന ഒരു ചോദ്യം, ഇമാം മഹദിയെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദുല്ല എന്നാണ്. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തും. ഭൂമിയിൽ നീതി നിറയ്ക്കും, കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും. 7 വർഷത്തെ ഭരണത്തിനു ശേഷം വഫാത്താകും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും. അപ്പം അത്ര എഴുതിയിട്ട് ഇമാം മഹദിയെ കുറിച്ചിട്ട് പൂർത്തിയാക്കാം. ആ പാഠത്തിൽ തന്നെ ദജ്ജാലിനെ പറ്റിയിട്ട് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് പാഠത്തിൻ്റെ അവസാനത്തിൽ. അപ്പം അതും മനസ്സിലാക്കി പഠിക്കാം. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തുന്നവരാണ് യജൂജ്. യാസിഫ് ബിൻ നൂഹിൻ്റെ സന്താന പരമ്പരയിലെ 2 ഗോത്രങ്ങളാണ് യജൂജും. മനസ്സിലാക്കുക. ദജ്ജാല് ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. മക്കയും മദീനയും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രവേശിക്കും. അവന് നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. എല്ലാ മുഅ്മിനിനും അത് വായിക്കാൻ കഴിയും. ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എല്ലായിടത്തും അവൻ കുഴപ്പങ്ങളുണ്ടാക്കും. മക്കയിലും മദീനയിലും ഒഴികെ എല്ലാ നാട്ടിലും അവൻ പ്രവേശിക്കും. മനസ്സിലാക്കി പഠിക്കട്ടെ. ആ പാഠഭാഗം, അവസാനത്തെ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അനുസരണ 3 ഇനം. അനുസരണ 3 ഇനത്തെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ എഴുതാമെന്ന് നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ 8ാമത്തെ പാഠത്തിൽ എന്താണ് ഷിർക്കും കുഫ്റും എന്നത് നന്നായിട്ട് മനസ്സിലാക്കി 5 വരിയിൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദുറൂസുൽ അഖായിദയിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞ ചോദ്യത്തിലുള്ളതാണ്. എന്നാൽ എല്ലാവരും മനസ്സിലാക്കുക. 5 വരി കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പർ ചെയ്യണം. അതുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.